നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ സസ്പെൻഷന് റീപ്ലേസ്മെൻറ്റ് പീരീഡ് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു സമയം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ നോർമൽ പീരിയോഡിക് മെയിൻ്റെനൻസ് സർവീസൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഈ സസ്പെൻഷൻ എന്തെങ്കിലും പീരിയോഡിക്കായിട്ടുള്ള മെയിൻ്റെനൻസിൻ്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് മ്യൂസിക് റിവറിറ്റോ എന്നുള്ളൊരു പേരിലാണ് ഉള്ളത്. ഏതായാലും ചോദ്യം ഇങ്ങനെയാണ്: ചേട്ടാ, ഒരു സംശയം, കാറിൻ്റെ സസ്പെൻഷൻ അതായത് ഷോക്ക് അബ്സോർവർ എത്ര കിലോമീറ്ററിൽ മാറണമെന്നുണ്ടോ? അതായത് എൻജിൻ ഓയിലൊക്കെ പീരിയോഡിക്കലി മാറുന്നത് പോലെ ഷോക്കിന് വേണ്ടി അങ്ങനെ കിലോമീറ്റർ ടൈം പീരീഡും ഉണ്ടോ? നമ്മൾ പീരിയോഡിക് മെയിൻ്റെനൻസ് സർവീസ് കൊടുക്കുമ്പോൾ ഷോക്കിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? താങ്ക്സ് ഇൻ അഡ്വാൻസ്. ഏതായാലും നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ട് കുറേ പേർക്ക് സംശയമുള്ളൊരു കാര്യമാണ്. കാരണം സസ്പെൻഷൻ നമ്മൾ എത്ര കിലോമീറ്ററിലാണ് റീപ്ലേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സസ്പെൻഷന് റീപ്ലേസ്മെൻറ്റ് പീരീഡ് ഉണ്ടോ? ഇങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു കാര്യമാണ്. ശരിക്കും സസ്പെൻഷൻ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പീരീഡ് പറയുന്നില്ല. അതാണ് ശരിക്കുള്ള ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ. സസ്പെൻഷന് കംപ്ലയിൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ മോശവശം കൊണ്ടും വരാം, ഡ്രൈവ് ചെയ്യാത്തത് കൊണ്ടും വരാം. അപ്പം മോശവശം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് നല്ല ഗട്ടറിലൊക്കെ സ്ഥിരമായിട്ട് ചാടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ചാടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഷോക്കിന് കംപ്ലയിൻറ്റ് വരുമെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഷോക്ക് ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് ആയിരിക്കും. പക്ഷേ ഈ നല്ല ഗട്ടറൊക്കെ വരുമ്പോൾ, അതായത് നല്ല രീതിക്കുള്ളൊരു ഗട്ടേഴ്സിലൊക്കെ പെട്ടെന്ന് ചാടുന്ന സമയത്ത് ചെറിയ രീതിക്കൊരു ഇമ്പാക്റ്റ്, അതായത് ഒരു നല്ലൊരു ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ ചെറിയ ബെൻഡോ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ പറയുന്ന ഷോക്കിന് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതായത് ബെൻഡോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷോക്കിന് പ്രശ്നം വരും. ഓക്കെ, അത് നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. അല്ലാത്ത രീതിയിൽ ഓടാത്ത വാഹനത്തിന് കംപ്ലയിൻറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇരുന്ന് ഹാർഡായി പോവുകയാണ്. അതായത് ഈ ഷോക്കിൻ്റെ വർക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കുകയാണില്ല. അതായത് ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചാലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുഴപ്പം വരത്തില്ല, ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ പ്രശ്നം വരുമെന്ന് പറഞ്ഞ പോലെയാണ് ഈ ഷോക്കിന് കംപ്ലയിൻറ്റ് വരുന്നത്. ഇനി ഇതെപ്പോഴാണ് മാറേണ്ടത്? ശരിക്കും ഷോക്ക് മാറാൻ വേണ്ടി ഒരു പീരീഡ് പറയുന്നില്ല. പക്ഷേ ഷോക്ക് ഹാർഡാവുക കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഹാർഡാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ മോശപ്പെട്ട വഴി കൂടെ പോകുന്ന സമയത്ത് ഈ ഷോക്ക് അബ്സോർവർ ഷോക്ക് ഒന്നും എടുക്കുന്നില്ല. ഈ ഷോക്ക് ഫുള്ള് നമ്മുടെ വാഹനത്തിൻ്റെ ബോഡിയിൽ വന്ന് നമുക്കാണ് ഇത് ഫുൾ എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വാഹനത്തിൻ്റെ ഷോക്ക് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് വാഹനം ഒന്ന് പുഷ് ചെയ്ത് നോക്കാം. താഴോട്ടൊന്ന് പുഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് താഴ്ന്നിട്ട് നേരെ മേളിലോട്ട് വന്ന് സ്റ്റിഫായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ പ്രസ് ചെയ്തിട്ടും താഴുന്നില്ല, സ്റ്റിഫായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർവറിന് കംപ്ലയിൻ്റ് ഉണ്ട്. ആ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മളത് റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഉറപ്പിക്കാം ഇത് റീപ്ലേസ് ചെയ്യണം. പിന്നെ ഓരോ 30,000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഷോക്കിൻ്റെ ബുഷ്, അത് സസ്പെൻഷൻ്റെ ബുഷ്, സ്ട്രട്ട് ബുഷ് എന്ന് പറയും, ആ സ്ട്രട്ടേ വരുന്ന ബുഷും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. സർവീസിന് കൊണ്ടുവരുന്ന സമയത്ത് സൗണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സസ്പെൻഷൻ്റെ ബുഷ് പോയതാണെങ്കിൽ ഉറപ്പായിട്ട് ആ ബുഷ് മാറിവിടുക. അല്ലെങ്കിൽ ഒരു മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് സൗണ്ട് കേൾക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഫ്രണ്ടിൽ നിന്നൊക്കെ അടിപ്പ് സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ബുഷും കൂടെ മാറിവിടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും.